വീണ്ടും കോടതിയിൽ വാദിക്കാനായിട്ട് പോകും. അവിടെ ചെന്ന് വലിയ വീമ്പാക്കളൊക്കെ ഡയലോഗ് അടിച്ച് നിൽക്കുമ്പോഴായിരിക്കും അഞ്ജലി ഈ സംഭവം എടുത്തിട്ട് അങ്ങോട്ട് കാച്ചാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാഘവനുണ്ണി തകർന്ന് തരിപ്പണമാകുക ആ നിമിഷം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഒരു ഷോർട്ട് പ്രൊമോയുടെ റിവ്യൂലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിന്റെ, അതായത് വരാൻ പോകുന്ന ഒരു ഹെവി സീനിന്റെ ഒരു ഷോർട്ട് റിവ്യൂ മാത്രമാണ് കേട്ടോ ഇത്. നമുക്കറിയാം, ഈ ഹാർഡ് ഡിസ്ക് രാഘവനുണ്ണി ഏറ്റവും വിശ്വസ്തമായ കൈകൾ എന്ന് വിശ്വസിച്ച് ശരിക്കും പിന്നെ ഹരീനെയാണ് ഏൽപ്പിക്കുന്നത് അല്ലെ. അതായത് ഈ ഹാർഡ് ഡിസ്കിലുള്ള സംഭവങ്ങളൊക്കെ ഒരു തിരിമറിയും നടത്തിയില്ല എന്ന് നീ ഉറപ്പുവരുത്തണം. അതായത് കോപ്പി ഒന്നും എടുത്ത് അഞ്ജലി മാറ്റിയിട്ടില്ല, ഇത് അതുപോലെ തന്നെയുള്ളത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഈ ഹാർഡ് ഡിസ്ക് നമുക്കറിയാം പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ് അല്ലെ. അപ്പോ ഹരിയുടെ വളരെയധികം വിശ്വസിച്ച് ഈ സാധനം ഇനി പുറത്തു പോയി കഴിഞ്ഞാൽ ഒരു തിരിച്ചെത്തൽ ഉണ്ടാകത്തില്ല. രാഘവനുണ്ണിയുടെ ഏറ്റവും വലിയ കച്ചിത്തുരുമ്പാണ് ഈ സംഭവം. ഈ സംഭവം കയ്യിലില്ലെങ്കിൽ തോൽവി ഉറപ്പുമാണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ വീക്കിന്റെ പുറമേ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിലെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് ഈ ഹാർഡ് ഡിസ്ക് ഹരി കൊണ്ടുപോകുന്നത്. നമുക്ക് ഈ ഹാർഡ് ഡിസ്ക് അഞ്ജലിക്ക് അടിച്ചു കൊടുത്ത ആളുടെ അടുത്ത് തന്നെയാണ് കൊണ്ടേ കൊടുക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഉറപ്പായി ഈ ഹാർഡ് ഡിസ്ക് ഉറപ്പായിട്ടും അഞ്ജലിയുടെ കയ്യിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പം നമ്മൾ പ്രൊമോയിൽ കണ്ടു ഈ കാവ്യയുടെ അടുത്തും ഈ ഹാർഡ് ഡിസ്ക് കൊണ്ടേ കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ അഞ്ജലിയുടെ അടുത്തും നമ്മൾ ഈ ഹാർഡ് ഡിസ്ക് കൊണ്ടേ കൊടുക്കുന്നത് കണ്ടല്ലേ. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഇത് അപ്പോഴൊന്നും ഇത് കോപ്പിയാണോ അല്ലെങ്കിൽ അങ്ങനെ സംഭവങ്ങളാണോ എന്നൊന്നും അവരറിയത്തില്ല. ഈ ഹാർഡ് ഡിസ്ക് കോടതിയിൽ എത്തുമ്പോഴായിരിക്കും കേട്ടോ ഇതിന്റെ ശരിക്കുള്ള ട്വിസ്റ്റ് നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. കാരണം അതിനു മുമ്പ് ഈ കാവ്യക്കും രാഘവനുണ്ണിക്കും കുറുപ്പിനും ടീമുകൾക്കും ഒന്നും സത്യം പറഞ്ഞാൽ ഇത് കോപ്പിയാണ് അല്ലെങ്കിൽ ഇത് ഫേക്ക് ആണ് എന്നുള്ള കാര്യമൊന്നും ശരിക്കും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവാനായിട്ട് പോകുന്നില്ല. അപ്പൊ അവര് രാഘവനുണ്ണി ഈ സംഭവം ലീക്കായി പോയെന്നോ തിരിച്ച് അഞ്ജലിയുടെ കയ്യിലെത്തി എന്നുള്ള സംഭവം ഒന്നും അറിയാതെ വീണ്ടും കോടതിയിൽ വാദിക്കാനായിട്ട് പോകും. അവിടെ ചെന്ന് വലിയ വീമ്പാക്കളൊക്കെ ഡയലോഗ് അടിച്ച് നിൽക്കുമ്പോഴായിരിക്കും അഞ്ജലി ഈ സംഭവം എടുത്തിട്ട് അങ്ങോട്ട് കാച്ചാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാഘവനുണ്ണി തകർന്ന് തരിപ്പണമാകുക ആ നിമിഷം കേട്ടോ. അപ്പോ ഈ സംഭവങ്ങളെല്ലാം നടന്നു കഴിഞ്ഞ് പിന്നെ നടക്കാൻ പോകുന്ന ഒരു സീനാണ് ഞാൻ പറയുന്നത്. അതായത് ഈ കേസും സംഭവങ്ങളൊക്കെ നടന്ന് ഒരു വലിയ തിരിച്ചടി രാഘവനുണ്ണിക്ക് തിരിച്ചു കിട്ടിക്കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഹരിയെ വേണ്ട രീതിയിൽ സത്യം പറഞ്ഞ കാവ്യ കൈകാര്യം ചെയ്യും മിക്കവാറും കേട്ടോ. കാരണം കാവ്യക്കാണ് ഏറ്റവും വലിയ ദേഷ്യം ഹരിയോട് തോന്നുന്നത് കേട്ടോ. കാരണം അത്രയധികം വിശ്വസിച്ച് ഹരിനെ ഏൽപ്പിച്ചിട്ട് ഇത് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹരിയുടെ കയ്യിൽ നിന്ന് ഇത് പോകുന്ന ഉറപ്പാണല്ലോ, വേറെ ഒരു വഴികളും ഇല്ലതാനും. അപ്പൊ അധികം വിശ്വസിച്ച് ഹരിനെ അത് ഏൽപ്പിച്ചിട്ടും ഈ സാധനം മിസ്സായി. അപ്പൊ മിക്കവാറും ഒരുപാട് ഈ കാവ്യ തല്ലാനും അങ്ങനെ വളരെ ഇതായിട്ട് പെരുമാറാൻ ഈ ഹരിനെ തന്റെ അസിസ്റ്റന്റായ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ വരെ ഒരുപക്ഷെ രാഘവനുണ്ണി ചാൻസ് നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും അങ്ങനെ ഒരു സീൻ വരുന്നുണ്ട്. ഈ ഫിസിക്കലായിട്ട് ശരിക്കും മിക്കവാറും ഇവര് ഈ കുറുപ്പ കൂടി ഹരിനെ കൈകാര്യം ചെയ്യും കേട്ടോ. അപ്പൊ എന്താണെങ്കിലും അങ്ങനെ ഒരു സീൻ വരുന്നുണ്ട്. ഒരു വിധത്തിൽ നോക്കിയാല് ഹരിയുടെ കയ്യിലിരിപ്പിന് അതൊരു ആവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ്. മനസാക്ഷി ഇല്ലാതെ പെരുമാറുന്ന ഈ ഹരിക്ക് ഇങ്ങനെ ഒരു സാധനം അവരായിട്ട് അവന്റെ ആളുകൾ തന്നെ അവനെ കൈകാര്യം ചെയ്യുന്ന ഒരു സീൻ നമ്മൾ എന്താണെങ്കിലും കാണേണ്ടി വരും. എന്താണെങ്കിലും കാത്തിരിക്കുക, അങ്ങനെ ഒരു സീനുകൾ ഉടൻ തന്നെ വരുന്നതാണ്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡ് റിവ്യൂവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. അതുപോലെ തന്നെ പ്രൊമോ റിവ്യൂസ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.